ഹലോ നമസ്കാരം, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കൃഷിയല്ല, പാചകമല്ല, സ്വല്പം മാങ്ങാക്കാര്യമാണ്. ഇപ്പം വേനൽക്കാലമൊക്കെയാണ്, എല്ലാ വീട്ടിലും ഇപ്പം മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മാങ്ങയൊക്കെ പിടിച്ചെങ്കിലും നല്ല ചൂട് കാരണം മാവിൽ നിന്നുള്ള മാങ്ങയെല്ലാം കൊഴിഞ്ഞു പോവുകയാണ്. അപ്പം നമ്മളത് വെറുതെ വേസ്റ്റാക്കി കളയാതെ അത് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ മാവിൽ നിന്ന് വീണ മാങ്ങയാണിത്. കണ്ണിമാങ്ങ പരുവത്തിൽ വീണ മാങ്ങകളാണിത്. ആ പരുവത്തിൽ ഞാനിത് പറക്കി കൊണ്ടുവന്നിട്ട് അന്നന്ന് വീഴുന്ന മാങ്ങ എടുക്കണം കേട്ടോ. രാവിലെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ കുറേ മാങ്ങ മാവിൻ്റെ മൂട്ടി കിടക്കും. അപ്പോൾ അത് പറക്കി, തലേന്നത്തെ മാങ്ങയൊന്നും എടുക്കണ്ട, അത് ഒരു വാട്ടച്ചവ കാണും. അപ്പോൾ അത് പറക്കി കഴുകി കൊണ്ടുവന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഉണക്കിയതിന് ശേഷം നമ്മളൊരു കുപ്പിക്കകത്താക്കിയിട്ട് അതിൽ ഉപ്പ് വെള്ളം തിളപ്പിച്ച് ആറിച്ച് ഒഴിച്ച് വെച്ചിരുന്നാൽ കുറേ നാൾ കേടാവാതെ ഇരിക്കും. അപ്പം മാങ്ങ സീസണൊക്കെ കഴിയുമ്പോൾ നമുക്കതെടുത്ത് അച്ചാറിടാനായിട്ട് സാധിക്കും. അപ്പം വെറുതെ നമ്മുടെ മാങ്ങ വേസ്റ്റായിട്ട് പോവുകയില്ല. ഇത് കണ്ടല്ലോ. അപ്പോൾ ഇച്ചിരൂടെ കഴിയുമ്പോൾ ഇച്ചിരൂടെ വലിയ മാങ്ങകൾ വീഴാനായിട്ട് തുടങ്ങും. ആ മാങ്ങകളാണിത്. സ്വല്പം കൂടെ വലുതായപ്പം കണ്ണിമാങ്ങ പരുവം കഴിഞ്ഞു, പിന്നെയും മാങ്ങ വീഴാൻ തുടങ്ങി. ചൂട് കൂടുതലാണ്, മഴയൊന്നുമില്ല, കാറ്റൊക്കെ അടിക്കുമ്പോഴുള്ള മാങ്ങ എല്ലാം ഈ നിലത്ത് വീഴുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, മാങ്ങ പറക്കി കൊണ്ടുവന്ന് അരിഞ്ഞിട്ടിട്ട് അത് അടമാങ്ങ ഉണക്കി വെക്കാമെന്ന് വിചാരിച്ചു. അടമാങ്ങ ഉണ്ടാക്കുന്ന വിധമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അരിയുന്ന വിധമൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല ഇത്ര വലുപ്പത്തിൽ വേണം അരിയാൻ. അങ്ങനെ വലുപ്പത്തിൽ അരിഞ്ഞെടുത്താലും ഉണങ്ങുമ്പോൾ അല്ലെങ്കിൽ അങ്ങ് ചുരുണ്ടു. ഞാൻ വലുപ്പത്തിൽ അരിഞ്ഞതാണ്, എന്നിട്ടും അതങ്ങ് ചുരുണ്ടു. കുഴപ്പമില്ല, നല്ലതുപോലെ ഉണങ്ങിയാൽ കുറേ നാളത് കേടുകൂടാതെ ഇരിക്കും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. ഇത്രയെങ്കിലും വലുപ്പത്തിൽ അരിയണം. ഇത് അടമാങ്ങ ഉണങ്ങിയതാണ്, ഇനി ഉണങ്ങണം. 2 ദിവസം ഉണങ്ങിയതേ ഉള്ളൂ. എന്നുവെച്ചാൽ നമ്മളിതിപ്പം പറക്കിക്കൊണ്ട് വന്നിട്ട് ഉപ്പ് വാരിയിട്ടങ്ങ് വെച്ചേക്കണം, അരിഞ്ഞിട്ട് ആ ഷേപ്പിൽ അരിഞ്ഞിട്ട് ഒരു കലത്തിൽ, മംഗലത്തിനകത്താണ് പണ്ടൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. നമ്മുടെ അമ്മച്ചിമാരൊക്കെ മംഗലത്തിലാണ് അടമാങ്ങയ്ക്ക് അരിഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതേപോലെ ഒരു പഴയ മംഗലം വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് അരിഞ്ഞിട്ട് വെച്ചിരുന്നാൽ നല്ല ചട്ടിക്കലത്തിനകത്തോ അരിഞ്ഞിട്ട് ഉപ്പും വാരിയിട്ടങ്ങ് വെച്ചേക്കണം തലേന്ന്. എന്നിട്ട് രാവിലെ എടുത്ത് അത് വെയിലത്ത് കൊണ്ടുവന്ന് ഇടണം. എന്നിട്ട് വൈകിട്ട് വരെ അത് കിടന്ന് ഉണങ്ങിയതിന് ശേഷം വീണ്ടും ആ കലത്തിൽ ഉപ്പ് വെള്ളത്തിൽ കൊണ്ടുവന്നങ്ങ് ഇട്ട് വെച്ചേക്കണം. അങ്ങനെ അത് ഉണങ്ങുന്നത് വരെ അതങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആ ഉപ്പെല്ലാം അതേ പിടിക്കുകയും ചെയ്യും. കുറേ നാൾ ആ മാങ്ങ കേടാവാതെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് മീനകത്തൊക്കെ ഇടാം. പുളിക്കൊക്കെ ഭയങ്കര വിലയുള്ള സമയമൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ മാങ്ങ അടമാങ്ങയായിട്ട് മീൻ കറി വയ്ക്കാം. ഇത് വെച്ച് നല്ല ഒന്നാന്തരം അടമാങ്ങ അച്ചാറുണ്ടാക്കാം. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ മാങ്ങയൊന്നും വേസ്റ്റാക്കി കളയാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. കഴിഞ്ഞ 2 വർഷം ഉണക്കിയ മാങ്ങയാണിത്. കഴിഞ്ഞ വർഷം എനിക്ക് മാങ്ങയില്ലായിരുന്നു. ഇങ്ങനെ ഉണക്കി എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ എങ്ങനെ അങ്ങ് ഇരുന്നോളും. മീനകത്തൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ഇനി വേറൊരു രീതി എന്ന് പറഞ്ഞാൽ ഇതും അതേപോലെ വീണുകൊണ്ടിരിക്കുകയാണ് മാങ്ങ എല്ലാം. ഇങ്ങനെ എല്ലാ മാങ്ങ ഇങ്ങനെ വീഴുകയാണ്. അതെ, ഇങ്ങനെ ഞെങ്ങാത്ത ടൈപ്പ് മാങ്ങ. ഞെങ്ങുന്നൊന്നും വേണ്ട. ഇതിപ്പോൾ ഞെങ്ങ് കൊള്ളുന്നുണ്ട്, കണ്ട്. ഇതെടുക്കണ്ട, ഇങ്ങനെയുള്ളതൊന്നും എടുക്കണ്ട. വാടിയതൊന്നും എടുക്കരുത്, ഇതൊക്കെ വാടുന്നുണ്ട്. അല്ലാത്തത് ഞെങ്ങ് കൊള്ളാത്ത മാങ്ങ എടുത്തിട്ട് ഇത് കഴുകി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനെ നല്ല കഷ്ണങ്ങളാക്കി അരിയണം. ഇതേ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ അച്ചാറിന് അരിയുന്നതിലും വലുപ്പത്തിൽ, ഇതേ വലുപ്പത്തിൽ ആക്കി എടുക്കണം. കാണിക്കാൻ 5-6 അരിഞ്ഞിട്ട് കഴുകി വാരി വെച്ചേക്കുന്നതുകൊണ്ട് ഇനി കഴുകേണ്ട കാര്യമൊന്നുമില്ല. ഇതേ വലുപ്പത്തിൽ എല്ലാം അരിഞ്ഞു വെക്കണം. എന്നിട്ട് അതിലും നമ്മൾ എന്താണെന്ന് പറയുമ്പോൾ തിളപ്പിച്ച് ആറിച്ച വെള്ളം, ഉപ്പിട്ട് തിളപ്പിച്ച് ആറിച്ച വെള്ളം ആ കുപ്പിയുടെ മേക്കെ ഒഴിച്ച് വെക്കണം. ആ കണ്ണിമാങ്ങ ഇടുന്നതിനകത്തും വെള്ളം മേക്കെ ഒഴിച്ച് വെക്കണം. ഇതും അതേപോലെ ഉപ്പ് വെള്ളം മേക്കെ ഒഴിച്ച് വെക്കണം. ഉപ്പിട്ട് തിളപ്പിച്ചതായിരിക്കണം. കുപ്പിക്കകത്തോട്ട് ഉപ്പ് ഇടരുത്, കാരണം ഉപ്പങ്ങ് അടിയിലോട്ടങ്ങ് പോയാൽ പിന്നെ എല്ലാത്തിലും ഉപ്പ് പിടിക്കത്തില്ല. ഉപ്പിട്ട് തിളപ്പിച്ച് അത് ചൂടാറിയതിന് ശേഷം കുപ്പിക്കകത്തോട്ട് ഒഴിച്ച് വെക്കുക. അതിലോട്ട് കാന്താരിമുളക് ഉണ്ടെങ്കിൽ കാന്താരിമുളക്, അല്ലെങ്കിൽ അതില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇപ്പം കുറച്ച് കാന്താരിമുളകേ ഉള്ളൂ, കണ്ടില്ലേ. പിന്നെ കുറച്ച് പച്ചക്കറി മുളകും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ 2 കൊച്ചു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് ആ കുപ്പിക്കകത്ത് ഇട്ടിരുന്ന് പറക്കി തിന്നാൻ നല്ല അടിപൊളി രസമാണത്. മാങ്ങയെല്ലാം ഒരേ കഷ്ണത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ കുപ്പിക്കകത്തോട്ട് വാരിയിടാം. നമുക്ക് ഇത്രയും മാങ്ങ കിട്ടിയിരിക്കുന്നു, ഇത്രയും മാങ്ങയാണുള്ളത്. ഇനി നമുക്ക് കിട്ടുമ്പോഴത്തേക്കൊണ്ടൊന്ന് അരിഞ്ഞിടാം. അപ്പോൾ അതിലോട്ട് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്, അതും ഇതിനകത്തോട്ടിടാം. അരിഞ്ഞിട്ടാലും മതി,
അതിലുണ്ട് നമുക്ക് ആറിയ വെള്ളം, നല്ലതൊരു ആറിയ വെള്ളമാണ് ഒഴിക്കേണ്ടത്, അല്ലെങ്കിൽ മാങ്ങ വെന്ത് പോകും. അതുകൊണ്ടാണ് പറയുന്നത് നല്ലതുപോലെ ആറിച്ചിട്ട് ഒഴിക്കണമെന്ന്. മേക്ക വെള്ളം ഒഴിച്ച് വെക്കുക. അപ്പം നമുക്ക് മാങ്ങ കിട്ടുന്നതനുസരിച്ച് ഇത് കൊണ്ടുവന്ന് ഇടാം, ഒഴിച്ചങ്ങ് വെച്ചേക്കണം. നല്ല രസമാണ് ഇത് പറക്കി കഴിക്കാൻ. കുഞ്ഞുങ്ങൾ മുതൽ വലിയവർക്ക് വരെ ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് പിന്നെ എടുത്ത് മസാലയൊക്കെ ഇട്ട് അച്ചാറുമാക്കി വയ്ക്കാം. അപ്പം ഇത് വീഴുന്ന മാങ്ങ മാത്രമല്ല, അല്ലാതെ മാവനിക്കുന്ന മാങ്ങ പറിച്ച് നമുക്ക് ഇതേപോലെ അരിഞ്ഞിട്ടാൽ കുറേ നാൾ കേടാകാതെ ഇരിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ഇതിനകത്ത് നനഞ്ഞ തവിയൊന്നും ഇടാതിരുന്നാൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള ഒരു കൊച്ചു കുപ്പിലോട്ട് മാറ്റി വെക്കണം. അതായത് കണ്ണിമാങ്ങയുടെ ആണെങ്കിലും അങ്ങനെ തന്നെ. എല്ലാ അച്ചാറും അത് തന്നെ, നമ്മൾ നനഞ്ഞ തവിയൊന്നും ഇട്ട് എപ്പോഴും ആ കുപ്പി തുറക്കാനായിട്ട് നിൽക്കരുത്. ആവശ്യത്തിനുള്ളതെടുത്ത് മാറ്റി വെച്ചേക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാങ്ങാ വിശേഷങ്ങൾ. ഇത് ഇങ്ങനെയൊക്കെ ഇട്ട് നമുക്ക് പണ്ടൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ മാങ്ങാ വെള്ളം, നെല്ലിക്ക വെള്ളമൊക്കെ നമ്മൾ വാങ്ങിച്ച് കുടിച്ചിട്ടില്ലേ കടകളിൽ നിന്ന്? അതേ ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അതൊക്കെ ഓർക്കുമ്പോഴങ്ങ് വായിൽ വെള്ളം വരാറുണ്ട്. അപ്പോൾ അതേ ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. മാങ്ങയൊന്നും വെറുതെ വേസ്റ്റാക്കി കളയരുത്. മാങ്ങയൊന്നും ഇല്ലാതെ നമ്മൾ കുറേ വിഷമിച്ചാണ് അല്ലേ? ഒരു കിലോ മാങ്ങയ്ക്ക് 120 രൂപയൊക്കെ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമ്മുടെ മാങ്ങയൊന്നും വേസ്റ്റായി പോവുകയില്ല. നമുക്ക് ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാനും സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുതേ. നന്ദി, നമസ്കാരം.